ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പഴന്തിർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സുധിയും ശ്രുതിയും ചന്ദ്രമതി അകറ്റി നിർത്തുകയാണ്. സുധി രാത്രി ഷോപ്പിൽ നിന്ന് വരത്തില്ല, ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയാണ്. ആ സമയത്ത് സച്ചി കടയിൽ നിന്ന് ഉള്ള ഫുഡും ഒക്കെ മേടിച്ചുകൊണ്ട് സുധിയുടെ ഷോപ്പിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയും, ഇന്ന് നിനക്കുള്ള ഭക്ഷണമാണത്, നീ ഇന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇവിടെ ഇരിക്കേണ്ട, കുറച്ച് കഴിയുമ്പോൾ കടയെല്ലാം അടയ്ക്കും, അതുകൊണ്ട് നിനക്കുള്ള ഭക്ഷണം കൊണ്ട് വന്നേന്ന് പറയും. അങ്ങനെ പറയും, ശ്രുതിക്കുള്ള ആഹാരമൊക്കെ രേവതി കൊടുത്തോളും, നീ കഴിക്കാൻ പറയും. അങ്ങനെ സച്ചി ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും ശ്രുതി പഴയതുപോലെ തന്നെ സംസാരിക്കുന്നത്. ഇതൊന്നും കാണിച്ച് നീ എൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കേണ്ട, ഇതെൻ്റെ ഷോപ്പാണ്, അച്ഛന് റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ പൈസ കൊണ്ട് തന്നെയാണ് ഈ ഷോപ്പ് തുടങ്ങിയത്, ഇനി അതിൻ്റെ അവകാശം പറഞ്ഞുകൊണ്ട് ആരും വരാൻ ശ്രമിക്കേണ്ട, ഇത് എൻ്റെ ഷോപ്പാണെന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന സച്ചി പറയും, നിനക്കൊരിക്കലും ഒരു മാറ്റം ഉണ്ടാകത്തില്ലല്ലോടാ, നീ വിശന്നിരിക്കുന്നതെന്ന് കരുതി നിനക്ക് ഞാൻ ഭക്ഷണം കൊണ്ട് തന്നെയാണ്, അപ്പോഴാണ് നീ പറയുന്നത് നിൻ്റെ കടയുടെ അവകാശം ഞാൻ ചോദിച്ചുകൊണ്ട് വരുമെന്ന്, നിൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകത്തില്ലല്ലോ എന്ന് സച്ചി ശ്രുതിയോട് പറയുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് രേവതിക്കും. രേവതി ശ്രുതി ആഹാരം കഴിക്കാതിരിക്കില്ലേ എന്ന് കരുതി ഭക്ഷണം കൊണ്ട് പോകുമ്പോൾ രേവതിയുടെ ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങൾ നന്നാവുന്നതിൻ്റെ അസൂയ കൊണ്ടാണ് നിൻ്റെ ഭർത്താവ് ആ നീലിമയും കൊണ്ടുവന്ന് തെളിവ് സഹിതം ഞങ്ങളെ ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുത്തിയെന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന രേവതി പറയും, ശ്രുതി അത് കള്ളത്തരം അല്ലായിരുന്നല്ലോ, നിങ്ങൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ പൈസയാണത്, അത് നീലിമ തിരിച്ചു തന്നപ്പോൾ നിങ്ങളത് തിരിച്ചു കൊടുക്കേണ്ടതല്ലായിരുന്നു, അത് ചെയ്യാതെ നിങ്ങൾ ആരും അറിയാതെ ആ പൈസ കൊണ്ട് ഷോപ്പ് തുടങ്ങി, എന്നിട്ട് നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്ന കാശ് കൊണ്ടാണെന്ന് കള്ളം പറഞ്ഞു, അതുകൊണ്ടല്ലേ അമ്മ പോലും നിന്നെ ഇത്രയും ദേഷ്യമായിട്ട് സംസാരിക്കുന്നൊക്കെ പറയും. നീ കൂടുതൽ സംസാരിക്കേണ്ട, ഇതിനെല്ലാം കാരണം നീ നിൻ്റെ ഭർത്താവോ എന്ന് പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുന്നു. രേവതിയും തിരിച്ച് അതേപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. അവിടം വരെയാണ് നമ്മൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. രേവതിയോട് ശ്രുതി ദേഷ്യപ്പെട്ടതിൻ്റെ ഒരു ദേഷ്യമൊക്കെ രേവതിക്കുണ്ട്. അങ്ങനെ രേവതി രാവിലെ കിച്ചണിൽ നിന്ന് പാചകം ചെയ്യുകയാണ്. ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് വരും. രേവതി ചായ എന്ന് പറയും. ഉടനെ രേവതി പറയും, ചായ ഫ്ലാസ്കിലിരിക്കൊണ്ട് നീ എടുത്ത് കുടിക്കാൻ പറയും. അതെന്താ, നിനക്ക് ഗ്ലാസ്സിൽ ചായ ഒഴിച്ച് തന്നാലെന്ന് പറയും. നിനക്കെന്താ കപ്പിൽ ചായ ഒഴിച്ച് കുടിച്ചാൽ, ഫ്ലാസ്കിൽ ചായ ഇരിപ്പുണ്ടെന്നില്ല ഞാൻ പറഞ്ഞതെന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രുതി പറയും, ഇതെന്താ ഇവിടെ സ്വഭാവത്തിനൊരു മാറ്റം. അത് കേട്ടുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. എന്താണ് ഇവിടെ, അത് ഞാൻ ചായ കപ്പിലൊഴിച്ച് തരാൻ പറഞ്ഞപ്പം അത് ഇവൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതെന്താ, നീ ആരാ ഇവിടുത്തെ രാജകുമാരിയോ, നിനക്കെന്താ ചായ കപ്പിലൊഴിച്ച് കുടിച്ചാൽ മതി, ഇടത്തോട്ട് ചായ ഒഴിച്ച് കുടിച്ചാൽ മാത്രം പോരെ, ഈ വീട്ടിലെ സർവ്വ ജോലി നീ ചെയ്യണമെന്ന് പറയും. ഞാനോ, എന്താ നിനക്ക് ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചോദിക്കും. ഇന്ന് തൊട്ട് നീയാ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യേണ്ടതെന്ന് പറയും. അത് രാവിലെ എഴുന്നേറ്റ് കോലം വരയ്ക്കുന്ന ഉൾപ്പെടെയുള്ള വീട്ടിലെ സർവ്വ ജോലി നീ ചെയ്യണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ രേവതി പറയും, ഇതെന്താ അമ്മയ്ക്കൊരു മാറ്റം. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് പണി കിട്ടി. ശ്രുതിയെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. രാവിലെ എഴുന്നേറ്റ് കോലം വരയ്ക്കണം, വീട്ടിലെ പാചകം ചെയ്യണം, എല്ലാവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യണം. എല്ലാവരുടെ ഡ്രസ്സും എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് രേവതിയുടെ സച്ചിയുടെ എടുക്കത്തില്ല. അത് നീ എല്ലാവരുടെ തുണിയും എടുത്തോ വാഷ് ചെയ്യാൻ, എടുത്താൽ ആൻറ്റി. അതെന്താ സച്ചിയുടെയും രേവതിയുടെയും മാത്രം എടുക്കാത്തതെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ സച്ചി പറയും, ഇതെന്താ ഒരു മാറ്റം, ഞങ്ങളുടെ ഡ്രസ്സും പാർലറിടത്തെ കൊണ്ട് കഴിയിപ്പിക്കുന്നു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട രേവതി എന്ന് പറയും. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും വർഷയുടെയും എല്ലാവരുടെ തുണിയും എടുത്തിട്ട് പറയും, ഹാൻഡ് വാഷ് ചെയ്താൽ മതിയെന്ന് പറയും. അങ്ങനെ നനയ്ക്കുന്നിടത്ത് കല്ലിൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് അടിച്ചടിച്ച് തുണിയെല്ലാം കഴിയിപ്പിക്കും. ജോലി ചെയ്ത് ശ്രുതി അങ്ങ് വശം കെടും. ചന്ദ്രയ്ക്ക് ശ്രുതിയോടുള്ള ദേഷ്യം മൊത്തം എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കുകയാണ് ചെയ്യുന്നത്. ശേഷം വിഷു വരവായി. അങ്ങനെ വിഷുവിൻ്റെ കാര്യങ്ങൾ പറയാനും എല്ലാവരെയും വിഷുവിന് ക്ഷണിക്കാനുമായിട്ട് അച്ചമ്മ വിളിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് അച്ചമ്മ വിളിക്കുകയാണ്, രവിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ സച്ചി വീട്ടിലെ എല്ലാ വിശേഷങ്ങളും, അതായത് രവീന്ദ്രൻ്റെ പണം നീലിമ കൊണ്ടുപോയ കാര്യം അച്ചമ്മയ്ക്കറിയാം. പക്ഷേ ആ കാശ് തിരികെ കിട്ടിയതും അത് 55 ലക്ഷം രൂപയായിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീലിമ ശ്രുതിക്കും തിരിച്ചേൽപ്പിച്ചതും ആ പൈസ കൊണ്ട് അവർ ഷോപ്പ് തുടങ്ങിയ കാര്യവും എല്ലാ കാര്യവും സച്ചി വിളിച്ച് അച്ചമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ചമ്മ രവീന്ദ്രനെ വിളിക്കുന്നത്. രവീന്ദ്രനെ വിളിച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയും, സുഖമായിട്ടിരിക്കുന്നു, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നീ വിശേഷമൊന്നും പറഞ്ഞില്ലെങ്കിലും അവിടുത്തെ എല്ലാ വിശേഷവും ഞാൻ അറിഞ്ഞെന്ന് പറയും. അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ നോക്കും. അപ്പോൾ സച്ചി ചിരിക്കും. അത് ചോദിക്കും, നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാനെല്ലാം അറിയുമെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. ഉടനെ പറയും, അമ്മ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അമ്മ വിഷു ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ വരുന്നുണ്ട്, എനിക്ക് എല്ലാവരെയും ഒന്ന് കാണണമെന്ന് പറയും. എങ്കിൽ ശരി അച്ചമ്മയെന്ന് പറയും. അങ്ങനെ അച്ചമ്മ ചന്ദ്രോദയത്തിലോട്ട് വരികയാണ്. അപ്പോൾ സച്ചി എടുത്ത് പറയും, നീ പോയി അച്ചമ്മയെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയും. അങ്ങനെ സച്ചി പോയി അച്ചമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അച്ചമ്മയെ കാണുമ്പോഴത്തേക്ക് ചന്ദ്രമതി ഓടി വരും. ചന്ദ്രമതി അമ്മയെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അപ്പോഴത്തേക്ക് അച്ചമ്മയെ കാണുമ്പോഴത്തേക്ക് സാധാരണ രേവതിയോടാണ് പറയുന്നത്, നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. ഇതിപ്പം രേവതി അവിടെ നിൽക്കും. ശ്രുതിയത്തോടെ ഇടി അച്ചമ്മ വന്ന് നീ കണ്ടില്ലയോ, നീ പോയി അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പം മുമ്പ് എങ്ങനെയാണോ രേവതിയോട് പെരുമാറിയിരുന്നത് അതേ രീതിയിലാണ് ഇപ്പോൾ
ശ്രുതിയോട് ചന്ദ്രമതി പെരുമാറുന്നത്. അപ്പോഴത്തേക്ക് ചന്ദ്രമതിയെ കമലാവതി ഇങ്ങനെ നോക്കരുത്, എന്താ രേവതിയോട് കാണിക്കുന്ന അതേ പെരുമാറ്റം ഇപ്പോൾ ശ്രുതിയോട്. അപ്പം കാര്യങ്ങളൊക്കെ കമലാവതിക്ക് അറിയാമല്ലോ. അങ്ങനെ വെള്ളമോലെ എടുത്തുകൊണ്ട് കൊടുത്തതിന് ശേഷം അവർ സംസാരിക്കും. ഇതെന്താ ചന്ദ്ര, നീ മുമ്പ് രേവതിയോടായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നിൻ്റെ സ്വന്തം മരുമോളായിട്ട് തലേ കയറ്റി വെച്ചുകൊണ്ടിരുന്നതായിരുന്നല്ലോ ശ്രുതിയെ, ഇപ്പം നിനക്ക് എന്ത് പറ്റി, അവളെ നീ താഴെ ഇട്ടോ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ശ്രുതിയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. ശരി, ഞാൻ വിഷു ആഘോഷമൊക്കെ ആയിട്ട് വന്നതാണ്, എത്തിയ ശ്രീകാന്ത് പക്ഷിയൊക്കെ എന്തി, അവരകത്തുണ്ട് അമ്മയെ വിളിക്കാമെന്ന് പറയും. അങ്ങനെ അവരോടൊക്കെ കണ്ട് കമലാവതി അമ്മ സംസാരിക്കുകയാണ്. അതിനുശേഷം പറയും, എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കണമെന്ന് പറയും ശ്രുതിയോടും. അപ്പോഴത്തേക്ക് ചോദിക്കും, നിങ്ങൾ രവീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ നീ വാങ്ങിച്ചുകൊണ്ട് പോയി, അതിനുശേഷം ആ പൈസ ഒരു പെണ്ണ് തട്ടിയെടുത്തെന്ന് നീ പറഞ്ഞു. തട്ടിയെടുത്തെന്ന് പറഞ്ഞതിന് ശേഷം 55 ലക്ഷം രൂപ തിരികെ കിട്ടിയതിന് ശേഷം നീ എന്താ ആ കാശ് എൻ്റെ മോന് തിരികെ കൊടുക്കാഞ്ഞത്? അത് നിൻ്റെ ഭാര്യയുടെ അച്ഛൻ സമ്പാദിച്ച കാശൊന്നുമല്ല, എൻ്റെ മോന് ഇത്രയും കാലം ജോലി ചെയ്തതിന് അവൻ്റെ റിട്ടയർമെൻറ്റ് കാശാണ് അത്. ആ കാശ് നിനക്ക് മാത്രമല്ല, നിനക്ക് നിൻ്റെ ഭാര്യയ്ക്കും അവകാശപ്പെട്ട കാശല്ലേ, എൻ്റെ 3 കൊച്ചുമക്കൾക്കും അവകാശപ്പെട്ടത്. അത് തുല്യമായിട്ട് തന്നെ ഭാഗം വെക്കണം. ആ കാശ് തിരികെ കിട്ടിയപ്പം നീ എന്തുകൊണ്ടാണ് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയാമെന്ന് ചോദിക്കും. അതമ്മ ഇതിനെല്ലാം കാരണം ഇവളാണ് എൻ്റെ മോൻ്റെ അടുത്ത് ആ പൈസ തിരികെ കിട്ടിയ കാര്യം ആരുടെ അടുത്തും പറയേണ്ടെന്ന് പറഞ്ഞത്. ചന്ദ്രൻ, ഞാൻ നിന്നോട് സംസാരിച്ചില്ല. നിൻ്റെ മകൻ എന്താ ഇള്ളക്കുട്ടിയാണോ? അവനറിയത്തില്ലേ ശരിയും തെറ്റും എന്തോന്ന്? ആ കാശ് അവൻ്റെ അച്ഛൻ്റെതാണെന്ന് അവൻ അറിയാമായിരുന്നല്ലോ. ആ കാശ് കിട്ടിയ സമയത്ത് അത് അവൻ തിരിച്ചേൽപ്പിക്കേണ്ടത് ആരെയായിരുന്നു? എൻ്റെ രവിയായിരുന്നു. അതവൻ തിരിച്ചു കൊടുത്തില്ല. എന്നിട്ട് എല്ലാ തെറ്റും നീ ശ്രുതിയുടെ മേൽ എന്തിനാ ചാരുന്നതെന്ന് നോക്കും. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 പേർക്കും ശിക്ഷ കൊടുക്കണം. ഇത് നീ ശ്രുതിയെ മാത്രം ശിക്ഷിക്കുന്നു, ശ്രുതിയെ ശിക്ഷിക്കുന്നില്ല. നിൻ്റെ സ്വന്തം മകനായതുകൊണ്ട് നീ അവന് ഇളവ് നൽകുകയാണ്. തെറ്റ് ചെയ്താൽ 2 പേർക്കും ശിക്ഷ അതിന് ബാധകമാണെന്ന് പറയും. അമ്മ, എൻ്റെ മോൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ കാശ് തിരികെ കിട്ടിയ സമയത്ത് ഇവൾ പറഞ്ഞുകൊണ്ടല്ലേ അത് പറയായിരുന്നെന്ന് പറയും. ആ ഷോപ്പ് തുടങ്ങാൻ നിൻ്റെ മോനും കൂടി താല്പര്യപ്പെട്ടതല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട, ആ പണത്തിന് നമുക്ക് 3 പേർക്കും തുല്യ അവകാശമാണ്, അത് തുല്യമായിട്ട് തന്നെ ഭാഗം വെക്കണമെന്ന് പറയും. രവീന്ദ്രൻ പറയും, അതമ്മേ നമുക്ക് ന്യായമായിട്ട് എന്തെങ്കിലും ചെയ്യാവുന്നൊക്കെ. കമലാവതി അമ്മ ശ്രുതിയെ വഴക്കുവരുന്ന കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രമതി ശ്രുതിയെ ഇങ്ങനെ ദേഷ്യം നോക്കുകയാണ്. നിനക്ക് ഇത് തന്നെ കിട്ടണം ചന്ദ്രേ, എപ്പോൾ നോക്കിയാലും നീ സച്ചിയും രേവതിയും കുറ്റപ്പെടുത്തി സംസാരിക്കുമായിരുന്നു. നിനക്ക് എപ്പോഴും രേവതിയോട് അങ്ങ് പുച്ഛവും കളിയാക്കലും ആണല്ലോ, അവളെ വീട്ടുകാരെയും. എപ്പോഴും നീ ശ്രുതിയെ തലേ കയറ്റി വെക്കുകയും രേവതിയെ തറയിലിട്ട് ചവിട്ടിയായിരിക്കുക ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം എന്തായി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അങ്ങ് പോവുകയാണ്. ആ സമയത്ത് ശ്രുതി നോക്കിയിട്ട് പറയും, ഇതിനെല്ലാം കാരണം നീ കാരണം എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട് നിൽക്കുക. നിന്നെ ഞാൻ തലേ കയറ്റിക്കൊണ്ട് നടന്നതായിരുന്നു. ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന മരുമകളെന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിലും വലിയ രീതിയിൽ കേമത്തം പറഞ്ഞുകൊണ്ട് നടന്ന് എന്നോട് തന്നെ നീ ചതി കാണിച്ചല്ലോടി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും 2-3 അടിയൊക്കെ കൊടുക്കും. അങ്ങനെ ശ്രുതിക്കൊക്കെ നല്ല സങ്കടം വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമുള്ള ജോലിയെല്ലാം ആയിട്ട് ചെയ്യിപ്പിക്കുന്നു. പിന്നെ മറ്റുള്ളവരുടെ വക ഫോൺ ചെയ്തുള്ള കുറ്റപ്പെടുത്തലുകൾ ഒരു സൈഡിൽ, പിന്നെ ചന്ദ്രമതിയുടെ ഹരാസിങ് ഒരു സൈഡിൽ. അങ്ങനെ ഇതെല്ലാം സഹിച്ചും വിഷമിച്ചും ഇങ്ങനെ ശ്രുതി പണിയെല്ലാം എടുത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്താണ് ഇതിന് രക്ഷപ്പെടാനൊരു മാർഗ്ഗം എന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല രസകരമായ ശ്രുതിക്കിട്ട് നല്ല 8ൻ്റെ പണി കിട്ടുന്ന രംഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.